എനിക്ക് വന്ന ബൈബിൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരൊറ്റ പുസ്തകം മാത്രമേ പഠിച്ചുള്ളൂ, റോമാലേഖനം മാത്രമായിരുന്നു. 2 പ്രാവശ്യം നമുക്ക് പഠിക്കാൻ ദൈവം ഇടയാക്കി, 2 റൗണ്ടായിട്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അത് എനിക്കും അനുഗ്രഹമായിരുന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവജനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് അത് നമുക്ക് പുതിയ തലങ്ങൾ നമുക്കതിനകത്ത് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ പറയുന്ന പോലെ പുതിയ നിയമത്തിലെ അടിസ്ഥാനപരമായ 2 ലേഖനങ്ങളൊന്ന് റോമാലേഖനവും എബ്രായ ലേഖനവുമാണ്. നമ്മുടെ സഹോദരന്മാരുടെ യോജന പറഞ്ഞു നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അധ്യായമായ എബ്രായ ലേഖനം അത് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം ആ വിഷയങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ഈ വിഷയം ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മളിതിനകത്ത് മെസ്സേജസ് പറയാൻ എളുപ്പമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ദൈവാത്മാവ് തരുന്നത് ആലോചന പറയാം. എന്നാലും സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ പൊതു അർത്ഥം നമ്മൾ പറഞ്ഞ് ആ വിഷയത്തിൻ്റെ ഇത് പറയുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ ആഴത്തിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ഈ എബ്രായ ലേഖനം, എനിക്കൊന്ന് ആൾക്കാർ വളരെ ഇതിനകത്ത് എന്തോ വെച്ചാൽ ഏതുകൊണ്ടൊക്കെ കുറേ യാഗമൊക്കെ പറയുന്നുണ്ട്, വായിച്ചാലൊന്നും മനസ്സിലാകത്തില്ലെന്ന് സാധാരണ ആൾക്കാരുടെ കുറേ മെൽക്കിസദേക്കും പിന്നെ കുറേ യാഗങ്ങളും പിന്നെ അവിടുത്തെ ആലയവും ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-ാം അധ്യായം അറിയാം. കാര്യം വിശ്വാസത്തെ പറ്റി പറയുന്നുണ്ട് എല്ലാവർക്കും 11-ാം അധ്യായം തൊട്ട് വളരെ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എന്നാൽ ബാക്കിയുള്ളതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ മനസ്സിലാക്കി എടുക്കുവാനുള്ളത്. എന്നാൽ ഈ 11-ാം അധ്യായത്തിലെ വിശ്വാസമെന്ന് പറയുന്നത് പോലും ഒരു ലേഖനം നമ്മൾ പലപ്പോഴും ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എബ്രായ ലേഖനം പറഞ്ഞപ്പോൾ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അത് ഈ പറയുന്ന ലേഖനകർത്താവ് അതിനോടനുബന്ധിച്ച് ഏത് നിലയിലാണ് ഈ ലേഖനത്തിൽ അത് എഴുതി വരുന്നതെന്ന് മനസ്സിലാക്കി നമ്മളത് അതിൻ്റെ ആഴം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് ഏത് നിലയിലാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ട് ഈ വിഷയത്തെപ്പറ്റി പറയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ എബ്രായ ലേഖനം നമ്മൾ പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പഴയ നിയമ കൊട്ടേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ലേഖനമാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ അനുഭവങ്ങൾ ഒത്തിരി എഴുതിയിട്ടുള്ളൊരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത്. മറ്റൊരു ലേഖനത്തിലും അത്രയുമില്ല. റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ കുറേ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. 8-ഉം 9-ഉം 10-ഉം 11-ഉം അധ്യായങ്ങളിൽ നമ്മൾ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വായിച്ചതാണ് അവിടെ. എന്നാൽ എബ്രായ ലേഖനം നമ്മൾ ആദ്യോടന്തം വായിച്ചാൽ അത് മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഒരു പഴയ നിയമത്തിലെ വിഷയങ്ങൾ ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു ലേഖനമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് പഠിക്കുമ്പോൾ ഞാൻ ഇനി നമ്മൾ ഇൻട്രൊഡക്ഷനായെന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എനിക്കൊന്നേലും അടുത്ത ആഴ്ച കോട്ടേജ് മീറ്റിംഗ്, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത ആഴ്ചത്തേനോ വല്ലതുമേ കാണത്തുള്ളൂ ബൈബിൾ ക്ലാസ്. നമുക്ക് 14 ദിവസമുണ്ട്. ഇതിന് മൊത്തം 13 അധ്യായങ്ങളാണ് ഉള്ളത്. എല്ലാ ദിവസവും അതിൻ്റെ ഓരോരോ അധ്യായങ്ങൾ വായിച്ച് നിങ്ങൾ പോകുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വിശ്വാസത്തോടെ അങ്ങ് വായിച്ച് പോയാൽ മതി. അങ്ങനെ ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ച് വായിക്കുകയാണെങ്കിൽ അവസാനം നമ്മളിത് ഇപ്പം ഞാൻ ഇൻട്രഡക്ഷൻ പറയുമ്പോഴും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് വായിച്ചു പോകുമ്പോൾ പിന്നീട് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നിരാശയിലേക്ക് വഴുതി വീണ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അവരെ എൻകറേജ് ചെയ്യുവാൻ, അവരെ പ്രോത്സാഹിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി എഴുതിയൊരു ലേഖനമാണിത്. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, ഇതൊരു ലേഖനമാണ് എന്നുള്ളതിന് പലതരത്തിലും സംശയമുണ്ട്. കാര്യം സാധാരണഗതിയിൽ ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിനൊരു പ്രത്യേക ഓർഡറുണ്ട്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനും ഇന്നയാളും എല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്ക് എഴുതുന്ന ലേഖനം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇതെന്നാൽ അങ്ങനെയൊന്നും ഒരു തുടക്കവും ഇതിനകത്തില്ല. എഴുത്തുകാരനെ പറ്റി ഒരു വിവരവും നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണത്തില്ല. ബാക്കിയുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ നോക്കിയാൽ എഴുത്തുകാരൻ ആരാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആർക്ക് വേണ്ടി എഴുതി, എന്തിനെഴുതി, ആരെഴുതി എന്നൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഇതിനകത്ത് കൊരിന്ത്യർക്കൊന്നുമില്ല, ഗലാത്യർക്കൊന്നുമില്ല, എഫേസ്യോസിലുള്ള വിശ്വാസികൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല.
ഇതിനെപ്പറ്റി വേദപണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം, ഇത് നമുക്ക് കിങ് ജെയിംസ് വേർഷൻ വായിച്ചാൽ അതിൻ്റെ മേളിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ എപ്പീസിൽ ഓഫ് പോൾ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാകുമെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് വചനം വായിക്കുമ്പോൾ കുറച്ച് നിലകളിൽ വായിച്ചാൽ ഇത് പൗലോസ് എഴുതിയ ലേഖനമാണെന്ന് നമുക്ക് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇത് ലേഖനമെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു പ്രഭാഷണം പോലെയാണ് പോകുന്നത്. നമുക്ക് ലേഖനമാണെങ്കിൽ പറയാത്ത ചില വാക്കുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആ 2 വാക്യങ്ങൾ എടുത്തിട്ട് ആ വാക്യം പറ്റും ഇതൊരു ലേഖനമാണോ അല്ലയോ എന്നുള്ള 11-ാം അധ്യായം എടുത്താൽ നമുക്കറിയാം. 11-ാം അധ്യായം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 32-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്, തുടങ്ങിയവരെയും കുറിച്ച് ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കുവാൻ എന്തില്ല, സമയം പോരാ. ഒരു ലേഖനം എഴുതുമ്പോൾ സമയം പോരാന്ന് പറയുമോ ആരെങ്കിലും? സാധാരണ പ്രസംഗിക്കുമ്പോഴാണ്, നമുക്കിവിടെ പ്രസംഗിക്കാൻ സമയം കൊടുക്കുമ്പോഴാണ് പറയുന്നത് ഈ പാൻഡയിലൊക്കെ പിടിച്ച് വലിച്ചു നിർത്തുന്നത് സമയം പോരാന്നൊക്കെ പറയുന്നത്. ഈ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് വിവരിച്ച് പറയാൻ എന്ത് പോരാ, സമയം പോരാന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് ഇത് അന്ന് 13-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 22-ാം വാക്യം ഒന്ന് വായിച്ചോ. അത് 13-22. സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പൊറുത്തുകൊള്ളുവീൻ എന്ന് ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? ഒരു പ്രബോധന വാക്യം പൊറുത്തുകൊള്ളുവീൻ. താനൊരു ലേഖനം എന്നുള്ളതിനേക്കാളും പ്രബോധനം എന്ന് പറയുന്നത് ഒരു എക്സോർട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസംഗം പോലെ. ചില ആൾക്കാർ പറയുന്നത് ഇത് പ്രസംഗിച്ച വ്യക്തി ആരായാലും, അത് നമുക്ക് പിന്നെ ആരാണെന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം. അദ്ദേഹം ഒരു പ്രസംഗമായിട്ട് ഇത് പറഞ്ഞതാണെന്നും ഒരു പ്രബോധനമായിട്ട് പറഞ്ഞതാണെന്നും ആ പ്രബോധനം പിന്നീട് എഴുത്ത് രൂപത്തിൽ കൊടുത്തതാണെന്നും പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരു അപ്പോസ്തല പ്രവൃത്തി വായിച്ചു കഴിഞ്ഞാൽ പ്രബോധനത്തെ പറ്റി വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 15-ാം വാക്യം എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഈ പ്രബോധനത്തെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് വായിച്ചോ. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ജനത്തോട് വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അന്നേരം പ്രബോധന വചനം എന്ന് പറയുന്നത് നിന്ന് സ്പീക്ക് ചെയ്യുന്നതാണ്. ഞാനത് പറയാൻ വേണ്ടിയാണ് എടുത്തത്. എന്നാൽ പ്രബോധന വചനം പറയുന്നതാണ്. അന്നേരം ഈ എബ്രായ ലേഖനം അന്നേരം അതുകൊണ്ട് ഒരു പ്രബോധനമായിട്ട്, അതുകൊണ്ടാണ് സമയം പോരാന്നൊക്കെ പറഞ്ഞത്. ആ നിലയിൽ എഴുതിയ ഒരു ലേഖനമാണ് എന്ന് നമുക്ക് അനുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ആരോ ഇത് എഴുതി സഭകൾക്ക് കൊടുത്തയച്ചതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിമ്പിൽ എന്തെങ്കിലും ഒരു അർത്ഥം കാണും. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇതിനകത്ത് പഴയ നിയമത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയുന്നത് കൊണ്ട് ഈ യഹൂദന്മാർക്ക് ഒരു കാര്യമുണ്ട്. പൗലോസ് ആ ലേഖനം എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവിസം ഉണ്ടായിരുന്നതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. കാര്യം പൗലോസ് അങ്ങനെയുള്ളവനാ. അവന് ഗമാലിയലിൻ്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ച് വചനമൊക്കെ നല്ലോണമൊക്കെ അറിയാം. അതുകൊണ്ട് ഈ പൗലോസ് എവിടെ ചെന്നാലും യഹൂദന്മാരെ ഖണ്ഡിക്കുന്നവനായതുകൊണ്ട് പൗലോസിൻ്റെ പേരിൽ ഒരു ലേഖനം വന്നാൽ അത് ചിലപ്പം ചില സഭകളിൽ വരുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്കൊരു നെഗറ്റീവ് നമുക്കറിയാം. ഇപ്പം ഈ കത്തോലിക്ക സഭയെന്ന് വിശ്വാസത്തിൽ വന്ന ഒരാൾ നമ്മളിപ്പം നമ്മുടെ ഇവിടെ വരികയാണെങ്കിൽ കത്തോലിക്കയിൽ ഉള്ള ഒരാൾ ഇവിടെ വിശ്വാസം ഇവൻ കയറിയാൽ എപ്പോഴും കത്തോലിക്കത്തെ കുറ്റം പറയത്തുള്ളൂ, ഇവൻ്റെ കേൾക്കത്തില്ലെന്ന് പറയും എന്ന് പറയുന്ന പോലെ ഈ പൗലോസിൻ്റെ വിഷയത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു ഇങ്ങനെ ആൾക്കാർ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ പേരെഴുതിയിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, വായിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിന് ഈ ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇത് റൈറ്റിങ്ങിൽ എഴുതുമ്പോൾ ആര് പ്രസംഗിച്ചതാണെന്നോ ആരെഴുതിയതാണെന്നോ ഒന്നും പറയാതെ ഈ ലേഖനം ഈ എപ്പീസിൽ അല്ലെങ്കിൽ നമുക്ക് ലേഖനമായിട്ട് കണക്കാക്കാം. ഇപ്പോഴ് ആ പ്രബോധനം അത് എഴുതപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് അവർ കൊടുത്തു വിട്ടു. അതായത് ആരെഴുതിയാന്ന് അറിയത്തില്ല. എടാ വായിച്ചോ ഇത് എവിടുന്നോ വന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് വായിച്ചോ. എല്ലാവരും ഇരുന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, എടാ ഇത് നമുക്കിട്ടൊരു വെപ്പായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ ഈ യഹൂദന്മാർക്ക് തോന്നും. കാര്യം ഇത് മുഴുവൻ അവരുടെ ആരാധന രീതികളും അവരുടെ മഹാപുരോഹിതനെയും അവരുടെ പിന്നെ പൗരോഹിത്യത്തെയും അവരുടെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു ചരിത്രം പോലെ
വിശദമായിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, ഈ എഴുത്തുകാരൻ എഴുതിയത് ദൈവാത്മാവിനാൽ ദൈവഹിതപ്രകാരമാണ്. എഴുതിയ ആളുടെ പേര് വെച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു കാര്യം അറിയാം, അതിൻ്റെ പിമ്പിലും ദൈവത്തിൻ്റെ ആത്മാവിന് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഇനി ആർക്കെഴുതി, ഇനിയിപ്പോൾ ആരെഴുതിയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇത് എഴുതിയത് അപ്പോസ്തലനായ പൗലോസ് ആണെന്നാണ് കൂടുതൽ വേദപണ്ഡിതന്മാരും പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കിങ് ജെയിംസ് വേർഷൻ, നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ് കിങ് ജെയിംസ് വേർഷൻ. അതിൻ്റെ ടോപ്പിൽ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ മലയാളം ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്നാൽ അത് അങ്ങനെ തന്നെയാണെന്ന് ചിന്തിക്കുവാനുള്ള പല ഇൻറ്റേർണൽ ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ ഗതിയിൽ ഇത് ആരെഴുതിയെന്നുള്ളതിനെപ്പറ്റി വേദപണ്ഡിതന്മാരുടെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പൗലോസ് അല്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ പൗലോസ് ആണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള ചില തെളിവ്, ഇൻറ്റേർണൽ എവിഡൻസ് എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ഇതിന് ഇൻറ്റേർണൽ എവിഡൻസ് ഉണ്ട്, എക്സ്റ്റേണൽ എവിഡൻസ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ എവിഡൻസ് എന്ന് പറയുന്നത്, അന്നത്തെ സഭാപിതാക്കന്മാർ, ആ കാലത്ത് ഉണ്ടായിരുന്നവർ ഇതിനെപ്പറ്റി എഴുതിയ ആദിമ സഭാപിതാക്കന്മാർ ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ എക്സ്റ്റേണൽ എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വചനത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ എവിഡൻസ്, എപ്പോഴും ഇൻറ്റേർണൽ എവിഡൻസിനായിരിക്കും പ്രാധാന്യം. നമുക്കിപ്പം കൊരിന്ത്യർ ലേഖനം എഴുതി ആരാണ് സംശയമില്ല. കാര്യം എന്തുകൊണ്ട്? പൗലോസ് എഴുതുന്നെന്ന് എഴുതിയിട്ടുണ്ട്, ആർക്ക് എഴുതിയെന്ന് എഴുതിയിട്ടുണ്ട്. ഇൻറ്റേർണൽ എവിഡൻസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്കത് എഴുതി ആരാണെന്ന് അറിയാൻ പറ്റും. എന്നാൽ ഈ എബ്രായ ലേഖനം ആരുടെയാണ് നമുക്ക് എഴുതിയിരിക്കുന്നത് അറിയത്തില്ല. എന്നാൽ പല എവിഡൻസ്, ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് പഴയ നിയമത്തിൽ നിന്ന്. നമുക്കറിയാം, ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഭാഗം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസ് ആവർത്തിച്ചെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, വിശ്വാസമുള്ള നീതീകരണം പറയാൻ വേണ്ടി. നമുക്കറിയാം, റോമാലേഖനം 1-ാം അധ്യായം, ഹബക്കൂക്കിൻ്റെ 2-ാം അധ്യായത്തിന് 4-ാം വാക്യമാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ, എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നീതിമാൻ എന്ത് ചെയ്യും? വിശ്വാസത്താൽ ജീവിക്കും. എന്നാൽ ഇതേ വാക്യം തന്നെ റോമാലേഖനത്തിൽ എഴുതുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റി പറയുമ്പം പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ പഠിച്ച വാക്യമാണ്. റോമാലേഖനം 1:17 ഒന്ന് എടുത്തോ, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. ഞാൻ പഠിക്കുന്നവർ നോട്ട് എഴുതേണ്ടവരൊക്കെ എഴുതി വെച്ചോണം. സംശയമുണ്ട് പിന്നീട് ചോദിക്കുകയും ചെയ്യണം, നമുക്കത് ഒന്നിച്ച് പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞാനിതൊരു എനിക്കറിയാവുന്ന നിലയിൽ ഈ വിഷയങ്ങളെ ഞാൻ വിശദീകരിക്കുകയാണ്. അതിനകത്ത് എന്തെങ്കിലും തെറ്റോ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് പഠിച്ച് തീർക്കാൻ പറ്റും. റോമാലേഖനം 1:17 വായിച്ചോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ശ്രദ്ധിക്കുക, അവിടെ ഹബക്കൂക്ക് പ്രവചനം 2:4 വാക്യമാണ്. നീതിമാൻ എങ്ങനെയും വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. പൗലോസ് ആ വാക്യം കോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഗലാത്യ ലേഖനം 3:11 എടുത്ത്, ഗലാത്യ ലേഖനം 3:11. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ശ്രദ്ധിക്കുക, നീതിമാൻ എന്ത് ചെയ്യും? വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. അന്നേരം പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഈ കൊട്ടേഷൻസ് താൻ എടുത്ത് എഴുതിയിരിക്കുന്നത് കൊണ്ട് പൗലോസ് സാധാരണഗതിയിൽ താൻ സ്ഥാപിക്കാൻ പോകുന്ന വിശ്വാസത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഈ ഹബക്കൂക്ക് പ്രവചന്റെ വാക്യങ്ങൾ എടുത്ത് കോട്ട് ചെയ്യുമെന്നുള്ളത് ഒരു ഇന്റേണൽ എവിഡൻസ് ആണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ ഇതേ വാക്യം തന്നെ, എബ്രായ ലേഖനം 10:38 വായിച്ചേ. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ മതി. അവിടെ എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇന്റേണൽ എവിഡൻസ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് തന്നെ ആയിരിക്കാം. താൻ ഇതേ വാക്യങ്ങൾ വിശ്വാസത്തോടനുബന്ധിച്ചും ന്യായപ്രമാണത്തിനപ്പുറമായിട്ടുള്ള വിശ്വാസ ജീവിതത്തെ പറ്റി പറയുമ്പോഴും ഇതേ വാക്യം എടുത്ത് കോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കാമെന്ന് കൂടുതൽ ആൾക്കാരും അനുമാനിക്കുന്നത്. ഞാൻ അതുകൊണ്ട് നമ്മളത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നത്. പിന്നെ വേറൊരു കാരണം, ഞാൻ പറഞ്ഞ പോലെ പഴയ നിയമ ഉദ്ധരണികൾ ഏറ്റവും കൂടുതലുള്ളത്, പഴയ നിയമത്തെ പറ്റി ഈ മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് പഠിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. ഗമാലിയേലിൻ്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചവനായിരുന്നതുകൊണ്ട്
പൗരോഹിത്യത്തെ പറ്റിയും മഹാപുരോഹിതന്മാരെ പറ്റിയും കനാൻ നാട്ടിനെ പറ്റിയും മെൽക്കിസദേക്കിനെ പറ്റിയും യാഗങ്ങളെ പറ്റിയും ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ കൊട്ടേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് പൗലോസ് തന്നെ ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് നമുക്ക് വേറെ കാര്യം ചോദിച്ചാൽ ഇതിൻ്റെ അവസാന വാക്യം ഞാൻ മുമ്പേ വായിച്ച വാക്യത്തിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് എടുത്ത് 13-ാം അധ്യായത്തിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പൗലോസ് ഒരാളെ പറയുന്നുണ്ട്. 23-ാം വാക്യം ഒന്ന് വായിച്ചോ. സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിവീൻ, അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, താൻ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ തിമോത്തിയോസ് തടവിലായിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പൗലോസിന്റെ നിജപുത്രനായ വിശ്വാസത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു തിമോത്തിയോസ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. തൻ്റെ നിജപുത്രനാണ് എന്നുള്ള നിലയിൽ പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു സാധ്യത, ഇത് ആര് തന്നെ ആകാനുള്ള സാധ്യതയുണ്ട്? പൗലോസ് തന്നെ ആകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ഒരു ഇന്റേണൽ എവിഡൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത് അല്ല, പൗലോസിന്റെ ശൈലി ഇങ്ങനല്ല എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നൂർത്ത് ആരെഴുതി? ഇത് പൗലോസാണോ പിന്നെ വേറെ ആരാണോ? അത് ഡോക്ടറേറ്റും തിയോളജിയും ഒക്കെ എടുക്കുന്നവരങ്ങ് എടുത്തോട്ട്. ഇത് ആരെഴുതി ഇല്ല എന്നും പറഞ്ഞിട്ട് ഡോക്ടറേറ്റ് കിട്ടുന്നവരുണ്ട്. അങ്ങനെ അവരതിനകത്ത് പോയി കണ്ടുപിടിച്ചോട്ടെ. നമുക്കിപ്പം ഞാൻ ഏകദേശം ഒരു കാര്യം, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. നമുക്കേതായാലും ഡോക്ടറേറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട്. പിന്നെ പൗലോസാണ് എഴുതിയത്, എന്നാൽ പിന്നെ വെച്ചാൽ പൗലോസല്ല എഴുതിയത്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, പൗലോസാ എഴുതിയെങ്കിലും പരിശുദ്ധാത്മാവിൽ ആരെഴുതി പരിശുദ്ധാത്മ നിയോഗിതമായി എഴുതി എന്നുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ തിയോളജിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്നതിൽ നമുക്കൊരു വിഷയമില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കും. എന്നാൽ നമുക്ക് ഈ ലേഖനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് പൗലോസ് എഴുതിയ ലേഖനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ദൈവാത്മ പ്രേരിതമായിട്ട് എഴുതിയെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. രണ്ടാമത്, ഇത് ആർക്കെഴുതി? അതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർക്കെഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാര്യം ഇതിൻ്റെ ലേഖനം ഇത് ആരെഴുതിയെന്നും ആർക്കെഴുതിയെന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇത് ആർക്കെഴുതിയെന്നുള്ളതിൻ്റെ ചോദ്യം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയാം, പണ്ട് ഒരാളയച്ച ലെറ്ററിൻ്റെ അഡ്രസ്സ് മാറിപ്പോയി. കഴിഞ്ഞപ്പോൾ ആരാണ്ട് ഭാര്യയ്ക്ക് അയച്ച ലെറ്റർ അമ്മായിയമ്മയ്ക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. കാര്യം അഡ്രസ്സ് മാറിപ്പോയി. പിന്നെ ആ വീട്ടിലുണ്ടായ അടിയെപ്പറ്റി പറയണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുപോലെ അഡ്രസ്സ് മാറി നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഈ ലേഖനം വായിക്കുമ്പോൾ അത് ആർക്കെഴുതി എന്നുള്ള മനസ്സിലാക്കിയത് മാറിപ്പോയാൽ ഇതിൻ്റെ അർത്ഥവ്യാപ്തിയൊക്കെ എന്ത് ചെയ്യും? മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ആർക്കെഴുതി ഈ ലേഖനം എന്നുള്ളത് ഏകദേശം വായിക്കും മനസ്സിലാകും. ഈ പറയുന്ന പഴയ നിയമത്തിലെ ഈ ഉദ്ധരണികളും ആ കാര്യങ്ങളുമൊക്കെ അറിയാവുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഇത്രയും വിശദമായിട്ട് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നൊരു കാര്യം, ഇത് എബ്രായ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണ് എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അനുമാനിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാൻ സാധിക്കും. എബ്രായ വിശ്വാസം, കാരണം അത്രത്തോളം പഴയ നിയമത്തിലെ വാക്യങ്ങളും സങ്കീർത്തനങ്ങളിൽ നിന്ന് പഴയ നിയമ കൊട്ടേഷൻസ് ഇഷ്ടം പോലെ താൻ എടുത്ത് ഈ വിഷയം പറയുന്നത് കൊണ്ട്, അതുകൊണ്ട് നമുക്ക് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അന്നേരം എഴുതപ്പെട്ടത് എബ്രായ വിശ്വാസികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഡിസ്കറേജ്ഡ് ആണ്, അവർ നിരാശയിലായിരിക്കുന്ന അവസ്ഥയാണ്. അതും നമുക്ക് ഈ ലേഖനം വായിക്കുന്നവർ ഡിസ്കറേജ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും പോയിട്ട് ഇനി അടുത്ത 14 ദിവസം ഓരോ അധ്യായം വെച്ച് വായിക്കുക. മനസ്സിലായില്ലെങ്കിൽ സാരമില്ല. ഞാൻ ഈ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഏകദേശം ഈ വിഷയങ്ങളെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റുമ്പോൾ നമുക്ക് അത് ഇച്ചിരൂടെ എളുപ്പമായിരിക്കും. ഈ വിശ്വാസികളെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇവർ എബ്രായ വിശ്വാസികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് ഒരിക്കൽ നല്ല നിലയിൽ വചനത്തെപ്പറ്റി ബോധ്യമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാവും. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് ഞാൻ സഹിച്ചാനിപ്പോൾ വിശദമായിട്ട് ഇത് എബ്രായർക്ക് എഴുതിയാന്ന് മനസ്സിലായി. പണ്ട് കോഴഞ്ചേരിക്കാർക്ക് എഴുതിയ നമുക്ക് എന്തിനാന്നുള്ള ചിന്ത വേണ്ട. അവിടെ വെച്ചാൽ ഇത് എബ്രായർക്ക് എഴുതിയല്ലേ, പിന്നെ സഹിച്ചാൻ എന്തിനാ ഇത്രയും കണ്ട് തൊണ്ട കീറി ഇത് പഠിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയ എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്കാണ്. അതുകൊണ്ട്
ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൂടെ കൂടി എഴുതിയാണെന്നുള്ള ബോധ്യം വരണം. പക്ഷെ ഞാൻ ഇത് വായിച്ചപ്പോൾ ഇത് എഴുതിയതിൻ്റെ ആ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എബ്രായ വിശ്വാസികൾക്കായതുകൊണ്ട് അച്ഛൻ എന്നാൽ പിന്നെ പൊടിയും തട്ടി അങ്ങ് പോയേക്കാം, നമ്മളിതിനെ സമയം കളയേണ്ടത് വേണ്ട. നമ്മളിത് ആഴത്തിൽ നമ്മളിത് പഠിക്കുക, നമ്മളോട് സംസാരിക്കുന്നതാണ് ദൈവവചനം. അതാണ് ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ അവർക്ക് ദൈവസാന്നിധ്യത്തെപ്പറ്റി നല്ല ബോധ്യം ഉണ്ടായിരുന്നവരാണെന്നുള്ളത് വചനത്തിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. നമുക്ക് ഒരു വാക്യം എടുത്തോ. ഞാൻ ഈ എഴുതപ്പെട്ടവരെങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളതാണ് 10-ാം അധ്യായത്തിൻ്റെ വാക്യം എടുത്തോ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യം ഒന്ന് തുടങ്ങുന്ന ഭാഗം വായിച്ചു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മതി അവിടെ മതി, അത്ര മാത്രം മതി. ഇവര് എന്ത് ചെയ്തു? ഈ വചനത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരായിരുന്നു. എങ്ങനെയുള്ളവരായിരുന്നു? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച എബ്രായ വിശ്വാസികളാണ് ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് എബ്രായ വിശ്വാസികൾക്ക് എഴുതുന്നതാണ്. അവരന്നേരം ഒരുമാതിരി വചനത്തെപ്പറ്റി പരിചയം ഉണ്ടായിട്ട് ദൈവസന്നിധി ഉറച്ചു നിന്നവരാണ്. ഇനി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം കൂടെ വായിച്ചു. അതിൻ്റെ 4-ാം വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയി. ഇവിടെ ഈ സഭയോട് പറയുമ്പോൾ ഇങ്ങനെ ഉള്ളവരായിരുന്നു ഇവരെ നമുക്ക് മനസ്സിലാക്കാം. അവര് പ്രകാശനം ലഭിച്ചവരാ, അവർക്ക് എൻലൈറ്റൻഡ് ആയിരുന്നു, വചനത്തെ പറ്റി നല്ല ഒരു പ്രകാശനം ലഭിച്ച ഒരു കൂട്ടം ജനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ എബ്രായ വിശ്വാസികൾ, അന്നേരം ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഇങ്ങനെ എൻലൈറ്റൻഡ് ആയവരായിരുന്നു ഇവര്. അതിൽ അവരും നിരാശയിലകപ്പെട്ടു. അതുകൊണ്ടാണ് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഈ ലേഖനം എഴുതുന്നത്. ഇനി ഇവരെങ്ങനെ വിശ്വാസത്തിൽ വന്നത്? അതും ഇതിൻ്റെ അകത്ത് എഴുതുന്നുണ്ട്. 2-ാം അധ്യായം എടുക്കുക. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചോ. 3-4 വാക്യങ്ങൾ. പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പൗലോസ് ഈ 4-ാം വാക്യം പറയുമ്പോൾ താൻ പറയാ, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അതിനെപ്പറ്റി സാക്ഷി കേട്ടതും അങ്ങനെ അത്ഭുതങ്ങളാൽ ഉറപ്പിച്ചു തന്നതുമായ ഈ വചനമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ വിശ്വാസികൾ എങ്ങനെയുള്ളവരായിരുന്നു? അവര് അടയാളങ്ങൾ കണ്ടവരാണ്, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളെ പറ്റിയുള്ള സാക്ഷ്യങ്ങൾ കേട്ടവരാണ്. പിന്നെ മാത്രമല്ല അവര് ഉറപ്പിച്ച് ലഭിച്ചവരാണ്. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ, ഞാൻ ഇനി പൗലോസ് എന്നാണ് പറയുന്നത്, പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുക, നമുക്കുറപ്പിച്ചു തന്നതുമായ. എഴുത്തുകാരൻ അവരോട് ചേർന്ന് നിന്നാ സംസാരിക്കുന്നത്. നമുക്കുറപ്പിച്ച നേരം നിങ്ങൾ കാര്യം. ഇനിയും പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്ന ഓരോ ഭാവം വരുമ്പോൾ താനും അതിനകത്തെ ഒരു പാർട്ടായി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്കുറപ്പിച്ചു തന്നു, തൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു എന്നാണ് താൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു ഭാഗമായിരുന്നത്. അങ്ങനെയുള്ളൊരു ഭാഗമാണ്. അങ്ങനെയുള്ളൊരു ഭാഗമാണ് നമ്മൾ ഈ വായിക്കുന്നത്. അന്നേരം ചുരുക്കത്തിൽ ഈ വിശ്വാസികൾ ഞാൻ പറഞ്ഞു, ഒന്ന് പൗലോസ് എഴുതി, രണ്ടാമത് എബ്രായ വിശ്വാസികൾക്ക് എഴുതി. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ്, എൻലൈറ്റൻഡ് ആണ്, വചനത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, അവർ സ്വർഗീയമായിട്ടുള്ള ഭാവി കാലത്തെപ്പറ്റി അതിൻ്റെ ആസ്വദിച്ചവരാണ്, നല്ല നിലയിലുള്ള വിശ്വാസികളാണ്. പക്ഷേ ഞാൻ ഈ പക്ഷേ പറഞ്ഞത്, നമ്മളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിരാശപ്പെട്ടു പോകാനുള്ള സാധ്യതകളുള്ളവരാണ്. ഇത്രയും അനുഭവം ഉണ്ടായിട്ടും അവരും എന്ത് ചെയ്തു? നിരാശപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ വിശ്വാസികൾ, നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മളാരും സൂപ്പർ ഹ്യൂമൻ അല്ല. നമുക്കും ഇതുപോലൊക്കെ സംഭവിക്കാം, നമുക്കും എൻകറേജ്മെന്റുകൾ വേണ്ടി വരും. ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാം വളരെ ഓക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചെന്നിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളും മറന്നു പോകല്ലേ, നമ്മൾ ഡിസ്കറേജ്ഡ് ആകാൻ വളരെയധികം സാധ്യതയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് അവരെ നോക്കിയിട്ടാണ് പൗലോസ് പറയുന്നത്. ഇനി എന്തിനു എഴുതി? അടുത്ത ചോദ്യമാണ്.
ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എഴുതി എന്തിനാന്ന് ഏകദേശം മനസ്സിലായി. എന്താ? അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി എഴുതിയതാ. എല്ലാം മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്തു? അവര് നിരാശപ്പെട്ടു പോകുന്ന അനുഭവം വന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ടും വീണ്ടും അവർക്ക് നിരാശ അവരുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ്. ഇത് എന്തിനെഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രത്തോളമുള്ള ഈ വ്യക്തികളില് വലിയ പീഡനത്തിനകത്ത് അകപ്പെട്ടു. അതുകൂടെ ഞാൻ വായിക്കാം, ഈ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി. 10-ാം അധ്യായത്തില് 10-ാം അധ്യായം ഒന്ന് എടുത്തു, അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിച്ചു. 32 താഴോട്ട് വായിച്ചു. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നിമിഷം ഇവര് നിരാശപ്പെട്ട ജനത്തോട് പറയുക, നിങ്ങൾ കഴിഞ്ഞ കാലത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്തായിരുന്നു? അവർക്ക് ആ വെളിച്ചം ലഭിച്ചു, അവർക്ക് മിറക്കിൾസ് കണ്ടു, അത്ഭുതങ്ങള്, അടയാളങ്ങള്, വചനം ഉറപ്പിച്ചത് ഒക്കെ മനസ്സിലായി. എന്നിട്ട് പറയാ, പൗലോസ് പറയാ, ഈ കഷ്ടതയുടെ നടുവിൽ ഇവരെ നിരാശപ്പെട്ട് പിന്മാറിപ്പോകാനുള്ള സാധ്യത ഒന്നും പൗലോസ് പറയാം. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, പുറകോട്ടൊന്ന് നോക്കിക്കേ, നിങ്ങൾ എന്തോ ആയിരുന്നു, നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് ആ പോരാട്ടം കഴിച്ചതാണ്. അവര് ഉറച്ചു നിന്നവരായിരുന്നു. ഒരു കാലത്ത് ഇവര് എങ്ങനെ ചെയ്തു? അവര് വിശ്വാസത്തിൽ വന്നപ്പോൾ അവർ ചിലപ്പോൾ അവരെ സമൂഹത്തിലെ അംഗങ്ങൾ അവരെ കളിയാക്കി കാണും, പീഡനം ഉണ്ടായി, അവർക്ക് പല നിലകളിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ അടുത്ത വായിക്കുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യോട് വായിച്ച സിസ്റ്ററെ, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. മതി മതി. ദൈവനാമത്തിനു വേണ്ടി ഇവർ എന്തും റെഡിയായി. തടവിൽ കിടന്നവരോട് കുറെ പേരെ പിടിച്ച് തടവിലിട്ടു, അവർക്ക് അതും വിഷയമല്ലായിരുന്നു. സമ്പത്ത് അടിച്ചുകൊണ്ട് പോയി, അതും വിഷയമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തു പറ്റി? ഞാൻ പറയാം, ചിലപ്പം കഷ്ടതകൾ നീണ്ടു നിന്നാൽ നമ്മൾ ചിലപ്പോൾ ഡിസ്കറേജ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അവന് ക്രിസ്തീയ ജീവിതം അതുകൊണ്ടാണ് അനുദിനവും ദൈവവചനത്തിൽ ഉറച്ച് മുമ്പോട്ട് പോകണമെന്ന് പറയുന്നത്. ഇവിടെ ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനതാ പറഞ്ഞു, ഇവർ പോയ സ്റ്റെപ്പ് ഓർക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവര്, വിശ്വാസത്തിൽ ദൈവത്തിൽ വരുവാനുള്ള ലോകത്തിന്റെ ടേസ്റ്റ് അനുഭവിച്ചവര്, എൻലൈറ്റഡ് ആയവര്, പ്രകാശനം ലഭിച്ചവര്, കഷ്ടതകളിൽ കുലുങ്ങാതെ നിന്നവര്. എന്നാൽ ഇതിന്റെ ടൈം അങ്ങോട്ട് നീണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെന്തു പറ്റി? ഇവര് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ, ഡിസ്കറേജ്ഡ് ആകാൻ, നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വരാൻ അവരുടെ ജീവിതത്തിലിടയായി. നമുക്ക് വായിച്ചറിയാം, 2-3 വാക്യങ്ങളൊന്ന് വായിച്ചു. ഇവരുടെ എന്തോ നിലയിലുള്ള നെഗറ്റീവിസം ഉണ്ടായി. പൗലോസ് എന്തൊക്കെയാ പറയുന്നത്? 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. ശ്രദ്ധിക്കുക, അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? അന്ന് അവരോട് പറയാ, ഇവരിപ്പോ ആയിരിക്കുന്നത് ഒഴുകിപ്പോകുന്നൊരവസ്ഥയില. ഒരു കപ്പലൊക്കെ അതിന്റെ എന്തോ ആങ്കർ അത് ഇട്ടില്ലെങ്കിൽ വെള്ളത്തിൽ സൈഡിൽ കിടന്ന കാറ്റും ഈ ഒഴുകി 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 പോകുന്ന പോലെ അത് അറിയത്തില്ല. ചിലപ്പോൾ ഈ കപ്പലൊക്കെ ഓടിക്കുന്നവർക്കറിയാം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞോ ഇവരോട് പറയുക, നിങ്ങളിങ്ങനെ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അന്നേരം ഇവര് അതുപോലെ തന്നെ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കഴിഞ്ഞ ക്ലാസ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ മെസ്സേജാണ്, അത് വായിച്ചൊന്ന്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയ മതി, അവിടെ കാണാമല്ലോ. അവിടെ പറയുക, ഇവരിപ്പം എന്ത് ചെയ്യുക? ഇവരെ കേൾക്കാൻ മാന്യതയുള്ളവരായി. എന്തുകൊണ്ടാണ്? ഇവരുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങൾ. നമ്മുടെ ചർച്ചിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേൾക്കാൻ മാന്യതയുള്ളത്. നമുക്കറിയാം ഇന്നിപ്പോ എത്ര പേരുണ്ടെന്നുള്ളത് കാണുമ്പോൾ അറിയാം കേൾക്കാൻ മാന്യതയുണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മൾ ബൈബിൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അതൊരു വാല്യൂ ഇല്ല. കാര്യം നമ്മൾ അറിയാത്തൊരു കാര്യം വളരെ ഈസിയാണ് ഡിസ്കറേജ്ഡ് ആയി പോകാൻ. ഒരു വ്യക്തി ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എത്ര നമ്മൾ ഉറപ്പുള്ളവനായാലും അത്ഭുതങ്ങളും അടയാളങ്ങളും അതുമൊക്കെ കണ്ടവൻ വിശ്വാസത്തിൽ വന്നവനാണെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവന് അറിയാതെ വഴുതിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയും, ഒഴുകിപ്പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട്
വീണ്ടും നമ്മൾ വായിച്ചു, മന്ദതയുള്ളവരാകരുത്. അതിൻ്റെ 6-ാം അധ്യായത്തിലെ 12-ാം വാക്യം ഒന്ന് വായിച്ചോ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. മതി. അവിടെ അവരോട് വീണ്ടും പറയുകയാണ്, എന്ത് ചെയ്യും? മന്ദതയുള്ളവരാകരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, മന്ദതയുള്ളവരാകരുത്. മന്ദതയുള്ളവരായി പോകാം. അച്ഛാ എനിക്കൊരു കുഴപ്പമില്ലെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയും, ഇവര് നല്ല വിശ്വാസികളാ, ഇവര് ഉറപ്പുള്ളവരാ, അവര് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ജയിലിൽ കടന്നവരാ, അവർ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സമ്പത്തുകൾ അപകാരം സഹിച്ചവരാ, ഒരു കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി പീഡകളും കൂത്തുകാഴ്ചയുമായതാ. കൂത്തുകാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞാലും അവർ ഉറപ്പ് പറയും, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാ, ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞവരാ. എന്നാൽ ലോങ് ടേമിൽ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ കഷ്ടത നീണ്ടു പോകുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിരാശകൾ കയറി വന്നു. അവർ വഴുതിപ്പോകാൻ, ചാഞ്ചാടിപ്പോകാൻ. അന്നേരം അതിനുള്ള പരിഹാരങ്ങളാ അതാ ഞാൻ പറഞ്ഞത്. ഈ ഡിസ്കറേജ്ഡ് ആയ ജനത്തെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ലേഖനം നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടിയാൽ, ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ച് നിങ്ങൾ വായിച്ചാൽ ഇത് മനസ്സിലാകും. അതുകൊണ്ട് പൗലോസ് അവരെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ഓരോ ഭാഗങ്ങൾ എടുത്ത് പറയുക. അന്നേരം ഈ യഥാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനച്ചാൽ നമ്മുടെ ഈ പുതിയ നിയമ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ പറയാൻ പറ്റുമെന്നൊരു ചോദ്യം വരും. അന്നേരം ഇവരിങ്ങനെ വന്നപ്പം പിടിച്ചോണ്ട് പോകാനും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അതും മറന്നുപോകല്ലേ. ഇന്നത്തെ കാലത്ത് ഈ പെന്തക്കോസ്തിലൊക്കെ വിശ്വാസത്തിൽ വന്ന് 10-15 വർഷമായാൽ ഇപ്പോൾ വീണ്ടും ഓർത്തഡോക്സിൽ പോയിട്ട് അതിന് മുമ്പ് ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിതാ വീണ്ടും ഓർത്തഡോക്സിൽ പോയി. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തന്നെ പുള്ളിയെ എന്താണെന്നതിൽ ഓർത്തഡോക്സിൽ പോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ വിഷയം? ഇതുപോലുള്ള ആൾക്കാരാ ഇവര്. 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എന്തോ ചോദിച്ചത്, 13-9 ഒന്ന് വായിച്ചോ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ഇത് കുറെ ആൾക്കാർ എന്ത് ചെയ്യാൻ നിൽക്കുക? വലിച്ചുകൊണ്ട് പോകാൻ നിൽക്കുക. എൻ്റെ അച്ഛാ പണ്ടത്തെ നമ്മുടെ അതൊക്കെ ഉണ്ടല്ലോ അച്ഛാ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ അതൊക്കെ പറഞ്ഞ് ഇവരെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. പൗലോസ് അന്നേരം ഈ ലേഖനം എഴുതുമ്പോൾ അടുത്ത ഭാഗം വായിച്ചേ. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാൽ അല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. അന്നേരം പറയാ, ഇവരെ വലിച്ചോണ്ട് പോകാൻ കുറെ ആൾക്കാർ വന്നു. ഇവര് കഷ്ടതയുടെ തീച്ചൂളയിൽ ഇവര് കടന്നു പോവുക. എന്നിട്ട് ഇവരെ നോക്കിയാച്ച് ഇവരെ എന്നാ പിടിച്ചോണ്ട് പൊക്കോളാം. എടാ ഇതേണ്ട നമ്മളവിടുത്തെ ഒരാളെന്ന് പറയുന്നത് കേട്ടു, അച്ഛാ നമ്മുടെ ആ പള്ളിയൊക്കെ എന്തുമായിരുന്നു, അവിടുത്തെ ആണെങ്കിൽ ആ പള്ളിയുടെ ആ വലിപ്പമൊക്കെ ഇവന്മാർക്ക് എന്തോ വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു വില്ലയ്ക്കകത്ത് കൂടി ഇവന്മാർ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ വന്ന് നോക്കി, എന്തോ ശക്തമാ കാണാൻ. പിന്നെ അച്ഛൻ്റെ ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ ഇതൊക്കെ ഇടുന്നു, എന്തോ അതിനകത്തൊരു ഗ്ലോറി ഉണ്ട്. ഒരാളെന്ന് പറഞ്ഞാൽ ആ വരവൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഗ്ലോറി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതുപോലെ വന്നിട്ട് അവിടുത്തെ ഒരാളെന്ന് പറഞ്ഞു, എന്തോ പറഞ്ഞാലും ഈ പുകക്കുറ്റി വീശി എനിക്കറിയത്തില്ല, ഞങ്ങൾ പെന്തക്കോസ്ത് എനിച്ചേണ്ട അറിയത്തില്ല, ഈ പുകക്കുറ്റിയൊക്കെ ആ ഒരു ശുശ്രൂഷയുടെ ആ വീശൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു 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 ഓളം പോലാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൻ എൻ്റെ അച്ഛാ ശരിയാ, ഞാൻ ഇത്രയും ഈ പെന്തക്കോസ്തിൽ വന്നിട്ട് കഷ്ടതയും പ്രശ്നവും എല്ലാം പോട്ടെ കർത്താവിന് വേണ്ടി എല്ലാം സഹിച്ചൊക്കെ കയറി വന്നതാ. പക്ഷെ ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇവന് പറയാ, ഞങ്ങളൊക്കെ കണ്ടില്ല എന്ത് നല്ലതായിട്ടാണ് നിൽക്കുന്നത്, നീ ആ പെന്തക്കോസ്തിലോട്ട് പോയതോടെ നിന്റെ കാര്യം മതി, കഷ്ടതയും വന്നു എന്നെല്ലാം പറഞ്ഞ് ഇവരെ അധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അന്നേരം എന്ത് ചെയ്തു? ഇത്രയും വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പം പൗലോസ് ഇതൊന്നും കൃപയാൽ ഹൃദയത്തെ ഉറപ്പിക്കുന്നത് നല്ലത്, ആചരിച്ചു പോകുന്നവർക്കൊരു ഗുണവുമില്ലാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ എൻകറേജ് ചെയ്യുക. ഇതിനകത്ത് ഓരോ അധ്യായങ്ങൾ നിങ്ങൾ ഇനി വീട്ടിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് ഈ വേദഭാഗത്ത് ഞാൻ അതിൻ്റെ അധ്യായങ്ങൾ വഴിയായിട്ടുള്ള ഞാൻ ഇന്ന് സമയമുള്ള വെച്ച് പറഞ്ഞിട്ട് പോവാം. ഇനി അടുത്തത് എപ്പോഴെഴുതി? ഇനി അടുത്ത ചോദ്യം അതാ, എപ്പോഴെഴുതി? ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത് സാഹചര്യം അച്ഛാ അപ്പോൾ എഴുതിയെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇപ്പോൾ വായിക്കുന്ന ചോദ്യം വേണ്ട. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, യഹൂദന്മാര് അവരുടെ ആലയം, അവരുടെ പൗരോഹിത്യം, അവരുടെ യാഗങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഇവരുടെ മുമ്പിൽ വന്നിട്ട് ഇവരെ വലിച്ചുകൊണ്ട് പോകുവാൻ, ഇവർ വിട്ടിട്ടു പോകുന്ന പഴയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെ വർണ്ണനകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് ചിലർ വരിക. അന്നപ്പം ഇത്രയും നീ ഇങ്ങനെ പോയിട്ട് നീ കഷ്ടതയെ കൂടെ ആണല്ലോ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വരുമ്പോൾ പൗലോസ്
എത്രയോ ശ്രേഷ്ഠകരമാണ് ക്രിസ്തീയ മാർഗമെന്നുള്ളത് അവരുടെ ഓരോ അനുഭവം വെച്ച് താൻ തെളിയിക്കുക ചെയ്യുന്നത്. നമ്മുടെ നമ്മുടെ മഹാപുരോഹിതനാരാ? ശ്രേഷ്ഠ മഹാപുരോഹിതൻ. നമ്മുടെ ആലയമേതാ? സ്വർഗത്തിൽ. അതെല്ലാം ഓരോന്ന് വിശദീകരിച്ച് യാഗം എന്താണ്, എന്നേക്കുമുള്ള യാഗം നടത്തി ഇങ്ങനെ പറഞ്ഞു 1 by 1 ആയിട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് ഈ എബ്രായ ലേഖനത്തിൽ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ എപ്പോൾ എഴുതിയെന്ന് ചോദിച്ചാൽ നമ്മൾ 13-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വായിച്ചു. 13-ന്റെ 23 തിമോത്തിയോസ് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാവില്ല. എങ്ങനെയാ? തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങിയ സമയമാണ്. അന്നേരം ഏകദേശം സമയം നമുക്ക് പിടി കിട്ടി അല്ലേ? ഇപ്പം ഇത് കോഴഞ്ചേരിക്കാർക്ക് എഴുതിയ, ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്കില്ലാത്തതാണെന്ന് ചിന്തിക്കേണ്ട. ആ സമയം കഷ്ടതയുടെ സമയം. അത് പറയുന്നത് അത് നമ്മൾ വായിച്ചത് 10-ാം അധ്യായത്തിൽ വായിച്ചത്. എന്താ? അവര് കൂത്തുകാഴ്ചകളായി ഭവിച്ച പൂർവ്വകാലം. ഇപ്പോൾ ഇവരെന്ത് ചെയ്തു? നാടുകളെ കഷ്ടത അങ്ങോട്ട് കുറയുന്നില്ല. നീറോയുടെ വാഴ്ച, അവിടെ ഉള്ള രാജാക്കന്മാരുടെ വാഴ്ച, യെരുശലേം, അവിടെ പറയുന്നത് യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നതിൻ്റെ ആ സമയം ഏകദേശമാണെന്നാണ് വേദപണ്ഡിതന്മാർ ഈ സമയം പറയുന്നത്. പിന്നെ നമുക്ക് അത് അത്രയൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് ഇതിനെപ്പറ്റി തിയോളജി ഉണ്ടാക്കി ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്. AD 70 ആണോ AD 80 ആണോ? AD 70-കാർക്കൊരു തിയോളജിയുടെ ഡോക്ടറേറ്റ്. നമുക്കത് വിഷയമല്ല. ഇത് നമുക്ക് ബാധകമാണോ എന്നുള്ളതാണ് വിഷയം. ഇത് ഞാൻ പറയാം, നമുക്കും ഇന്ന് രാത്രികാലം ഇത് കേൾക്കുന്ന നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇത് എഴുതിയത്. എബ്രായ വിശ്വാസികൾക്ക് എഴുതിയെന്നാലും ഇതേ സാഹചര്യങ്ങൾ കൂടി നമ്മളും കടന്നു പോകപ്പെടാം. നമ്മൾ നാട്ടിൽ ലീവിന് ചെല്ലുമ്പം, ഞാൻ പറയാം പ്രത്യേകിച്ച് ഇങ്ങനെ വിശ്വാസം, നാട്ടിൽ ലീവിന് ചെല്ലുമ്പം നീയൊക്കെ പോയി അവിടെ നിന്നുണ്ട്, അവിടെ ഇരുന്ന് കയ്യടിയും പരിപാടി, ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുപോലെ വലിച്ചു കൊണ്ടുപോകുന്ന ഉപദേശങ്ങളിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ പൗലോസ് പറയുക, ഇവരോട് പറയാം, നിങ്ങൾ അറിയപ്പെടാത്തത് കൊണ്ടാ. നിങ്ങൾക്ക് കിട്ടിയ പൗരോഹിത്യവും ആരാധനയും ശ്രേഷ്ഠമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരിക. ഇതിനകത്ത് ഈ മൊത്തം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രിസ്റ്റോളജി ഉണ്ട്. ക്രിസ്തുശാസ്ത്രം ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ക്രിസ്തുശാസ്ത്രത്തിനകത്ത് ഞാൻ പറയാം, 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പറ്റി പറയുന്നുണ്ട്. എൻ്റെ കർത്താവ്, ഞാൻ ആ വാക്യം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് നോക്കാൻ വേണ്ടി. 1-ാം അധ്യായത്തിൻ്റെ ഇതെല്ലാം അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കും. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചോ. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും ഇവിടെ മതി. പുത്രനോടോ, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മൾ അരുളി ചെയ്തു. പുത്രനോട് പറയാ, ദൈവമേ നിന്റെ സിംഹാസനം. അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുമ്പോൾ ദൈവമേ നിന്റെ ദൈവം. ഇത് പിതാവും പുത്രനും കൂടെ സംസാരിക്കുന്ന കാര്യമാണ്. അവരെ ദൈവമെന്ന് വിളിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ദൈവത്വം അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. എത്രത്തോളം യേശു കർത്താവ് അവൻ ദൈവമായിരുന്നു എന്നുള്ള കാര്യം പറയുക. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം എന്ത് ചെയ്തു? നേരെ യേശു കർത്താവിൻ്റെ മനുഷ്യത്വം വിവരിക്കുക. 2-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ. മതി. ഇത് നമുക്ക് പിന്നീട് വിശദമായിട്ട് നമ്മൾ ചാപ്റ്റർ വാക്യം വെച്ച് പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അവൻ ദൈവമാണ്, രണ്ടാമത് അവൻ മനുഷ്യനായി. ഇത് അവരോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്റ്റോളജി, ക്രിസ്തു വിജ്ഞാനീയം താൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ലേഖനത്തിനകത്ത് വായിക്കുമ്പോൾ യേശു കർത്താവ് ആരാണ്? അവൻ ദൈവമായിരുന്നു, അവൻ നമ്മളെപ്പോലെ ജഡമെടുത്തു എന്നിട്ട് പറയുക അവൻ. അന്നേരം ഇവർക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ മോശയെ പറ്റി പറയാനുണ്ട്. ഞങ്ങൾക്ക് മോശ ഉണ്ടായിരുന്നു, അന്നേരം മോശയെക്കാളും വലിയ ദൈവം. ഞങ്ങൾക്ക് ഒത്തിരി പ്രധാനപ്പെട്ട ആൾക്കാർ, നമുക്ക് ഇപ്പൊ പറയത്തില്ലേ, എടി ഇന്നപോലെ പരുമലയിലുണ്ട്, നമുക്ക് അല്ലെങ്കിൽ ഇന്നിടത്തുണ്ട്. ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ പോയി എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നത്. അതിന് പൗലോസ അവർ പറയാ ഇതിനേക്കാളൊക്കെ ഇത്ര ശ്രേഷ്ഠനായ കർത്താവ് എന്നുള്ള നിലയിൽ മോശയുടെ ചരിത്രം എടുത്ത് പറയുന്നു. അവരുടെ മഹാപുരോഹിതന്മാരുടെ അവരുടെ ആരാധന ഓരോ അധ്യായങ്ങൾ വരുമ്പോൾ 1 by 1 ആയിട്ട് എടുത്ത് അവരുടെ മുമ്പിൽ തെളിയിക്കുകയാണ്. അതിൻ്റെ അകത്ത് യുഗാന്ത്യ ശാസ്ത്രം പറയുന്നുണ്ട്, എസ്കറ്റോളജി പറയുന്നുണ്ട്. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവസാന ഭാഗത്ത് വരുമ്പോൾ
ക്രിസ്ത്യൻ എത്തിക്സ് പറയുന്നുണ്ട്, മൊറാലിറ്റി പറയുന്നുണ്ട്, പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്, നമ്മുടെ വിശുദ്ധിയെ പറ്റി പറയുന്നുണ്ട്. വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണം, കിടക്ക നിർമ്മലമായിരിക്കണം എന്ന് പറഞ്ഞൊരു പ്രാക്ടിക്കൽ ലൈഫും പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു ബോധ്യമായി വിശ്വസിക്കുക. ഞാൻ പറയാം, ഏറ്റവും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ കഷ്ടതയിൽ കിടക്കുന്ന ജനത്തോട് വളരെ വ്യക്തമായിട്ട് താൻ അവരെ എൻകറേജ് ചെയ്യുമ്പോൾ ആ 2-ാം അധ്യായത്തിൽ പറയുന്നത്, യേശു കർത്താവ് കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായെന്ന. അതിന്റെ വായിച്ചു, അതിന്റെ 8-ാം വാക്യം, 2-ന്റെ 8-ാം വാക്യം വായിച്ചു. നീ സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. 9-ാം വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അടുത്ത വാക്യം കൂടെ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരിക്കുന്നു. അവരോട് പറയുക, യേശു കർത്താവ് കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനായി. ഇവര് കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ജനത്തോട് പറയാ, ഇത് ഒരു വിശ്വാസിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസ ജീവിതത്തെ എൻകറേജ് ചെയ്ത് ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞത്. ഞാൻ നേരം എനിക്കറിയാം സമയം ഇന്നത്തെ അവസാനിക്കുകയാണ്. നമ്മൾ മുമ്പോട്ട് ഈ അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിൽ ഈ ഡിസ്കറേജ് ചെയ്ത ജനത്തെ, അവരോട് നിങ്ങളിങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പുകൾ ഇതിനകത്ത് വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലേക്കുള്ള യാത്ര വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള യാത്ര, അതിൽ ഈ മരുഭൂമിയിലേക്കുള്ള യാത്രയാണെങ്കിലും അവിടെ അതിനകത്തൂടെ യേശു കർത്താവിനെ അവിടെ വിശദീകരിക്കുക. നമ്മൾ വായിക്കുന്നുണ്ട് 3-4 അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ സ്വസ്ഥതയെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാ. അവിടെ അവസാന ഭാഗത്ത് വരുമ്പോൾ അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുക. അവരുടെ മഹാപൗരോഹിത്യം വിശദീകരിച്ചിട്ട് ക്രിസ്തുവിനെ ശ്രേഷ്ഠത പറയുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ കഷ്ടതകളിൽ നമ്മളോട് കരുണ കാണിപ്പാൻ കഴിവുള്ളവനാ. കാരണം എന്താ? നമ്മെപ്പോലെ തന്നെ ജഡമെടുത്തവനാ. അതുകൊണ്ട് അവരോട് പറയുക, നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ കൈവിടപ്പെട്ടവരല്ല, അതേ കഷ്ടതയിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്, നിങ്ങൾ നിരാശപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണ്. അവസാനം വരുമ്പോൾ പറയുക, പണ്ടത്തെ നിങ്ങളുടെ ആരാധന പോലല്ല, ഇപ്പൊ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്തേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. രാത്രികൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക, സമയം തീരുക. ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് അടുത്ത ക്ലാസ്, ഞാൻ ഇൻട്രഡക്ഷൻ ഇന്നുകൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഡിവിഷൻസ് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരും. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ പോയി വായിക്കുക. ഇന്ന് രാത്രികാലവും ഈ ലേഖനകർത്താവ് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് നിരാശയിലായിരിക്കുന്ന ജനത്തെ, പ്രതിസന്ധിയിലായിരിക്കുന്ന ജനത്തെ, അവരുടെ ആ കഷ്ടതയുടെ മധ്യത്തിൽ തിരിഞ്ഞു പോകണമെന്ന് ചിന്തിക്കുന്ന ജനത്തെ പഴയ കാര്യങ്ങളെപ്പറ്റി അവരോട് എടുത്തു പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് അവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. നമുക്കുള്ള മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ, ഇന്ന് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അത് അവരോട് AD 70 പറഞ്ഞതല്ല, ഇന്ന് രാത്രികാലം നമ്മളോട് സംസാരിക്കുന്നതാ. ഇത് അവർക്ക് വേണ്ടി മാത്രം, എബ്രായ വിശ്വാസികൾക്ക് എഴുതിയതല്ല. ഇന്ന് രാത്രികാലം നിരാശപ്പെട്ട് വിശ്വാസത്തെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരോട് കൂടി സംസാരിക്കുന്നതാ. ഇന്ന് രാത്രികാലം നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ മതിയായ ദൈവവചനമാണ്. നമുക്ക് ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം നമുക്ക് കേൾപ്പിക്കും. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാം, അതിനുശേഷം ജോണച്ചാൻ പ്രാർത്ഥിച്ച ആശ്വാസം നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രികാലം കേട്ട